ഇന്നത്തെ വിഷയം അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരെ പോലെ തന്നെ ഉത്തരവാദിത്വങ്ങളുള്ള, നമുക്കങ്ങോട്ട് കാണാൻ കഴിയാതെ അവർ നമ്മെ ഇങ്ങോട്ട് കാണുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഒരുപിടി ആയത്തുകളിൽ അള്ളാഹു വളരെ വിശദമായി പറയുകയും ഒരു സൂറ തന്നെ അവരുടെ പേരിൽ നിശ്ചയിക്കുകയും ചെയ്ത് സൂറത്തുൽ ജിന്ന്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം ലോകമനുഷ്യർക്ക് ഉള്ള പോലെ ലോകത്തെ ജിന്നുവർഗത്തിനും നബിതങ്ങൾ നബിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചനകളിലും നബിതങ്ങളുടെ ഹദീസുകളിൽ വ്യക്തമായും നമുക്ക് കാണാൻ കഴിയും. പരിചയപ്പെടാം നമുക്ക് ജിന്നുകളുടെ ലോകം എന്ന ശീർഷകത്തിലാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. സത്യവിശ്വാസികൾ മനുഷ്യൻ്റെ സെൻസറി ഫാക്കൽറ്റികൾക്ക് പരിമിതികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നാ പിന്നെ ഞങ്ങൾ പറയില്ല, സംഘാടകരുടെ അടുത്ത് വന്ന പ്രശ്നമാണ്. അപ്പോൾ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. മൈക്ക നന്നായിട്ട് ഉഷാറാക്കണം നമ്മൾ സംഘാടകരോട് പറയാറുണ്ട്. കൃത്യമായി നമ്മളൊരളവ് പറഞ്ഞിരുന്നു, അത് അത്ര ചെയ്യാത്തത് കൊണ്ടുള്ളൊരു പ്രയാസം അനുഭവിക്കും. ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്ത് ചെയ്യുക, ആ ഉള്ളത് വെച്ച് ഉരുട്ടുകയാണ്. നമ്മൾ കൃത്യമായും പരിപാടിക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോഴേ മൻസൂർ ഉദവിയോ എൻ്റെ സുഹൃത്തുക്കളോ കൃത്യമായിട്ട് പറയാതെ ഇത്ര നിങ്ങൾ ആംപ്ലിഫയർ കൊടുക്കണം, ഇത്ര ബാക്ക് വോയിസ് കൊടുക്കണം, അതിൽ കുറഞ്ഞാൽ എനിക്ക് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞതിൽ ഒരു 60% കുറവിലാണ് ഇപ്പോൾ ഓടുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയല്ല. മേലിൽ എന്തെങ്കിലും ഇതുപോലെ പരിപാടിയൊക്കെ നടക്കുമ്പോഴേ ആ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരൊന്നല്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു അവസരം ഭംഗിയായിട്ട് പറയാൻ കഴിയാതെ ആകുമ്പോൾ എനിക്കും സങ്കടമാകും, നിങ്ങൾക്കും വിഷമാവും. നമ്മൾ എപ്പോഴെങ്കിലും 2-3 വർഷമൊക്കെയായി കണ്ണൂർ ജില്ലയിലൊക്കെ വന്നിട്ട്, അപ്പോൾ ഈ സൗണ്ട് എനിക്ക് പ്രയാസം ആവുന്നുണ്ട്. സാരമില്ല, ഇൻഷാ അല്ലാഹ്. അത് മേലിൽ ഏതെങ്കിലും സംഘാടകരൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. കൃത്യമായും നമ്മൾ പറയാറുണ്ട് ഇത്ര ചെയ്യണമെന്ന്, അത് കൃത്യമായിട്ട് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്കത് പ്രയാസമാവുന്നത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്, സാരമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. യുക്തിവാദികൾക്ക് ഒരുപക്ഷെ അത് സാധിച്ചില്ലെന്ന് വരും. മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങൾ, മനുഷ്യൻ അള്ളാഹു നൽകുന്ന സെൻസുകളുണ്ട്, കാഴ്ചയും കേൾവിയും മനുഷ്യൻ്റെ സ്പർശനവും സ്മെല്ല് ചെയ്ത് നോക്കുന്നതും മനുഷ്യൻ്റെ നാവ് കൊണ്ട് രുചിച്ചു നോക്കുന്നതടക്കമുള്ള മനുഷ്യൻ്റെ സെൻസറി ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അതിനതീതമായി മനുഷ്യന് ഇലാഹിയായ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവർ
പ്പെടാം നമുക്ക് ജിന്നുകളുടെ ലോകം എന്ന ശീർഷകത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണ ജിന്നുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിശാചുക്കൾ എന്ന് പറയുന്നത്, ജിന്നുകളിലെ ഇഫ്രീത്ത് എന്ന് പറയുന്ന വിഭാഗം, മലക്കുകളെ നമ്മൾ സൗന്ദര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന പോലെ പിശാചുക്കൾ ഭീകരമായ പേടിപ്പെടുത്തുന്ന രൂപമുള്ളവരാണെന്ന് മനുഷ്യരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചിന്തയാണ്. ആരും കണ്ടതുകൊണ്ടല്ല, അവരുടെ ശരിയായ രൂപത്തിൽ ഒരാൾക്കും അവരെ കാണാൻ കഴിയില്ലെന്നാണ് ശറഇന്റെ കാഴ്ചപ്പാട്. അവരേതെങ്കിലും ഒരു രൂപം മാറി വന്നാൽ കാണുക എന്നതൊഴിച്ച് അവരുടെ ശരിയായ രൂപത്തിൽ അവരെ കാണാൻ കഴിയില്ല. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ സൗന്ദര്യമുള്ളവരാണെന്നാ പറയാ. സ്വഹാബികളിൽ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു യൂസുഫ് സ്വഹാബ. സ്വഹാബകളിലെ യൂസുഫ് നബിയാണ് എന്ന് പറയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അള്ളാഹു ഹത്ത സ്വബാഹ്, നേരം വെളുക്കുന്നവരെ അല്ലാഹുവിൻ്റെ റസൂലിനെ ഞങ്ങൾ അന്വേഷിച്ചു നടന്നു. ഫവജദ്നാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി. ഖദ് അതാ മിൻ നഹ്വി ഗാരി ഹിറാ, ഹിറാ ഗുഹയുടെ ഭാഗത്തു നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ വരുന്നുണ്ട്. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഐന കുൻത, അങ്ങ് എവിടെയായിരുന്നു? ഖാല ലഖീതുൽ ജിന്ന്, ഞാൻ ജിന്നുകളെ കണ്ടുമുട്ടി. വഖറഅതു അലൈഹിമുൽ ഖുർആൻ, ഞാൻ അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. വസഅലൂനി അസ്സാദ്, അവരെന്നോട് അവർക്കൊരു പ്രത്യേകമായ ഭക്ഷണം ഞാൻ നിർണയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഫഅതൈതുഹും, ഞാൻ അവർക്കൊരു ഭക്ഷണം നിർണയിച്ചു കൊടുത്തു. ലക്കും കുല്ലു അൽമിൻ ഔഫറ മാ യകൂനു തുആമൻ ലക്കും വലക്കും കുല്ലു ബഅറത്തിൻ ഔഫറ മാ തകൂനു തുആമൻ ലിദവാബിക്കും. കന്നുകാലികളുടെ കാഷ്ടം അത് നിങ്ങളുടെ മൃഗങ്ങൾക്ക് ഭക്ഷണമായും എല്ലുകൾ നിങ്ങൾക്ക് ഭക്ഷണമായും ഞാൻ നിർണയിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ജിന്നുകൾക്കും അവരുടെ മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം ഞാൻ നിർണയിച്ചു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ജിന്നുകളുമായി നബി തങ്ങൾ സംബന്ധിച്ചത്, തങ്ങളുടെ അനുഭവം ഉണ്ടായത് 2 എണ്ണമാണെന്നാണ്. പ്രധാനമായും അതിലൊന്ന് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു അനുഭവത്തിലാണ് ജിന്നുകൾക്ക് വിശുദ്ധ ഖുർആൻ തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്നതും ജിന്നുകൾ ഹബീബിനോട് ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തത്. അവർക്ക് ഭക്ഷണം വേണം. അതുകൊണ്ടാണ് ഉണങ്ങിയ എല്ലുകൾ മരുഭൂമിയിലോ മറ്റോ കാണപ്പെടുന്നത് കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ വൃത്തിയാക്കാൻ അത് ഉപയോഗിക്കരുത്. ഇന്നമാഹിയ തുആമു ഇഖ്വാനിക്കും മിനൽ ജിന്ന്, ജിന്നുകളിലെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഭക്ഷണമാണത്, അത് അഴുക്കാക്കരുത് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മൃഗങ്ങളുണ്ട്, ആടുമാടുകൾ നമുക്കുള്ള പോലെ ജിന്നുകളുടെ ലോകത്ത് അവർക്കും മൃഗങ്ങളുണ്ടെന്നാണ് ആ ഹദീസിന്റെ ഉത്സാരം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. ആ ജീവികൾക്കുള്ള ഭക്ഷണമാണ് ബഅറത്ത്, കന്നുകാലികളുടെ ഒട്ടകത്തിൻ്റെയൊക്കെ കാഷ്ടമുണങ്ങിയത് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്തതാണ്. ഇതാണ് ഹബീബിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തേത്. രണ്ടാമത്തെ സംഭവം, മുത്തുനബി തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി വരികയാണ്. ത്വായിഫിലേക്ക് പോകുന്ന സംഭവവും അവിടുന്ന് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് ചെല്ലുന്നു. ത്വായിഫിൻ്റെ മലമടക്കുകളെ ഹബീബായ നബി തങ്ങൾ കയറി ഇറങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 11 തവണ വധിക്കാൻ ശ്രമിച്ച മക്കക്കാരിൽ നിന്ന് രക്ഷ തേടി ത്വായിഫിലെങ്ങാനും ഹബീബിൻ്റെ ബന്ധുക്കളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരെങ്കിലും ഹബീബിന് അഭയം കൊടുക്കുമോ എന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് കയറി ചെന്നതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലേക്ക് വിശദമായി പോകേണ്ടതില്ല, നമുക്കറിയുന്ന ചരിത്രമാണ്. ത്വായിഫിലെ ഹാജിസ എന്ന് പറയുന്ന മലമടക്കുകൾ, മനുഷ്യർക്ക് കയറാൻ പ്രയാസമുള്ള മലമടക്കുകൾ, ആരാരും കൂടെയില്ലാതെ, ഒരു വടി പോലും കുത്തിപ്പിടിക്കാനില്ലാതെ, അള്ളാഹുവിൻ്റെ തവക്കുലല്ലാതെ, മനസ്സിലുള്ള അപാരമായ ഈമാനല്ലാതെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മറ്റൊന്നുമില്ല, ഹാജിസ മലമടക്കുകൾ കടന്ന് ത്വായിഫിലെത്തിയിട്ട് ഇന്നി റസൂലുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലേക്ക് വരണേ, അള്ളാഹുവിൻ്റെ ഏകത്വം വിശ്വസിക്കണമേ, നിങ്ങൾക്ക് അള്ളാഹു വിജയം തരും എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതിൽ ഹബീബായ നബി തങ്ങളോട് പലരും ചോദിച്ചു, പ്രവാചകനായി മറ്റാരെയും അല്ലാഹുവിന് കിട്ടിയില്ലയോ? നിങ്ങൾ പ്രവാചകനാണെങ്കിൽ കഅബാലയത്തിൻ്റെ ചുറ്റും കഅബയെ പുതപ്പിച്ച കഅബയുടെ സിത്റുകൾ, അസ്താറുകൾ ഞാൻ പിടിച്ച് ഞങ്ങൾ വലിച്ച് ചിന്തിക്കളയും. അല്ലാഹുവിൻ്റെ റസൂലിനോട് കർക്കശമായി പെരുമാറിയിരുന്നെങ്കിൽ അത് മാത്രമാകുമായിരുന്നു. പക്ഷേ അവിടുത്തെ പിഞ്ചു മക്കളെ പറഞ്ഞയച്ച് ഹബീബായ നബി തങ്ങളെ ഭ്രാന്തന്മാരെ ഇറക്കിവിട്ട് എറിയാൻ പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നിന്ന് ചോര ഉറ്റി വീണ് ആ ഒരു വരവിൽ നബി തങ്ങൾ മക്കയുടെ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. വാദി നഖല വരെ, വാദി നഖലയിലെത്തിയിരിക്കുകയാണ്. രാത്രിയാകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ നിശബ്ദമായ രാത്രിയിൽ വുദൂഎടുത്ത് നിസ്കരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്. മലയിറങ്ങുമ്പോൾ ഹബീബിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ കാരുണ്യവാനേ, ഇലാ മൻ തകിലുനി അം ഇലാ ജബ്ബാരിൻ യതജഹമുനി, അള്ളാഹുവേ നീ എന്നെ കൈവടിഞ്ഞുവോ, നീ ആരെയാണ് എൻ്റെ അധികാരം ഏൽപ്പിക്കുന്നത്? അള്ളാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിന്റെ കോപം എന്നോടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ അൻ യഹുല്ല അലയ്യ ഗളബുക, പടച്ചവനെ നിന്റെ കോപം എനിക്കില്ലെങ്കിൽ, നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നീ എന്നോട് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല റബ്ബേ എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ പ്രാർത്ഥനയുണ്ട്. യാ റബ്ബൽ മുസ്തദ്അഫീൻ, നിരാലംബരായ ആളുകളുടെ ഉടമസ്ഥനെ, പാവപ്പെട്ടവർക്ക് കൂടെയുള്ളവനെ, പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരെ കരകയറ്റുന്നവനെ, സർവശക്തനെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഹബീബായ നബി തങ്ങൾ വാദി നാദി നഖല വരെ നടക്കുകയാണ്. ആ നടത്തം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന ഹബീബ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഹബീബായ നബി തങ്ങൾ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും ഇറാഖിലെ നാസുബീനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ജിന്നുകളുണ്ട്. ചരിത്രം അങ്ങനെയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു നബിയായി പറഞ്ഞയച്ചതിൽ പിന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാതെയാവുകയും ആകാശലോകത്ത് നിന്ന് മാലാഖമാർ മനുഷ്യരുടെ ഖദറുകൾ, മനുഷ്യരുടെ റിസ്ഖുകൾ, മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന വിവരങ്ങൾ അള്ളാഹുവിൻ്റെ അസലിയായ ഇൽമിൽ നിന്നും രേഖപ്പെടുത്തുന്നത് കേൾക്കുകയും ഭൂമിയിലെ ജ്യോത്സ്യന്മാരോട് വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന പിശാചുക്കൾക്ക് ആകാശലോകത്തേക്ക് കയറിപ്പോകാൻ കഴിയാതെ വന്നതിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന അവർ ആകമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്താണ് സംഭവിച്ചത്? ആകാശലോകത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ജിന്ന മുനിഉ മിനൽ ഇസ്തിമാഇ ഇലസ്സമാ, ആകാശലോകത്ത് നിന്ന് കട്ട് കേൾക്കുന്ന പരിപാടി ജിന്നുകൾക്ക് നഷ്ടമാകുന്നു ഖുർആൻ ഇറങ്ങിയതിൽ പിന്നെ. പക്ഷെ അവർക്ക് കാരണം മനസ്സിലാവുന്നില്ല. വമൻ യസ്തമിഇല്ലാന യജിദ് ലഹു ശിഹാബർ റസദാ, ആരെങ്കിലും കട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അതിശക്തമായ കൊള്ളിമീൻ കൊണ്ട് എറിയൽ വരുമെന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കാരണം, എന്താണ് സംഭവിച്ചത്? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ജിന്നുവർഗങ്ങളെ, ഭൂതവർഗങ്ങളെ പിശാച് പറഞ്ഞേക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയണേ. അങ്ങനെ നാസിബീനിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുകൾ വാദി നഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നിസ്കാരത്തിലാണ്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ ഔ ഖുത്തിഅത് ബിഹിൽ അർള് ഔ കുല്ലിമ ബിഹിൽ മൗതാ ബൽ ലില്ലാഹിൽ അംറു ജമീആ. വിശുദ്ധമായ ഖുർആൻ, വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ,
പർവ്വതങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് പിഴുതെടുക്കാൻ കഴിയുന്ന, ഔ ഖുത്തിഅത് ബിഹിൽ അർളു, ഭൂമിയെ അതിൻ്റെ ആഴങ്ങളിലേക്ക് മുറിച്ചു കീറാൻ കഴിയുന്ന, ഔ കുല്ലിമ ബിഹിൽ മൗതാ, മരിച്ചവരോട് സംസാരിക്കാൻ കഴിയുന്ന വിധം വിശുദ്ധ ഖുർആനല്ലാതെ മറ്റെങ്കിലും ഉണ്ടായിരുന്നുവോ? ഖുർആനല്ലാതെ മറ്റെന്തിനാണ് അതിന് സാധിക്കുക? അത് അങ്ങനെ ഒരു കഴിവുണ്ടാകുന്ന വല്ലതും ഈ പ്രപഞ്ചത്തിലുണ്ടാകുമായിരുന്നെങ്കിൽ ലഖാന ഖുർആനൻ, അത് ഖുർആൻ തന്നെയാകുമായിരുന്നല്ലോ എന്ന ഒരു മറുപടി അല്ലാഹു അവിടെ മറച്ചു വെച്ചിട്ട് ബല്ലില്ലാഹിൽ അംറു ജമീഅ, എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്ന ആയത്താണത് സൂറത്തുർ റഅദിലെ. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയും മനുഷ്യ കഴിവുകൾക്കതീതമാണ് അള്ളാഹുവിൻ്റെ വചനമെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അനന്തമായ സാധ്യതകളെ മനുഷ്യന് ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്തത് ചില പാരായണം ചെയ്യുന്ന വരികളാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോഴേക്കും പർവ്വതങ്ങളെ പറപ്പിക്കുകയും ഔ ഖുത്തിഅത് ബിഹിൽ അർള്, എന്താണ് ഇതിൻ്റെ ആശയമെന്ന് വിശുദ്ധ ഖുർആൻ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ അറിയുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് ആഴത്തിൽ പഠിച്ചവർക്ക് മാത്രമാണ്. നമുക്കതിൻ്റെ മേൽഭാഗം ഓതിപ്പോവുകയേ സാധിക്കുന്നുള്ളൂ. ഭൂമിയെ കഷ്ണമാക്കുകയും ഔ കുല്ലിമ ബിഹിൽ മൗതാ, മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വായിക്കപ്പെടുന്നത് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഖുർആനല്ലാതെ മറ്റെന്താകുമായിരുന്നു? ബല്ലില്ലാഹിൽ അംറു ജമീഅ അഫലം യയസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീഅ. നിബിതങ്ങൾ ഓതുന്ന ഭാഗമാണത് സൂറത്തുർ റഅദിലെ. ആ ഭാഗങ്ങളാണ് വാദി നഖ്ലയിലെ ഹബീബിന്റെ നിസ്കാരത്തിൽ തങ്ങൾ ഓതുന്നത്. അഫലം യയസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീഅ വലാ യസാലുല്ലദീന കഫറൂ തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തുൻ ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അഫലം യയസില്ലദീന ആമനു, യയസ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്നവരെ, എന്താണ് യയസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മഅനാഹു യതയഖനു ഔ യഅലമു, അറിയുക, ബോധ്യപ്പെടുക എന്ന അർത്ഥമാണ് യയസ് എന്നതിന്. അഫലം യയസില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ബോധ്യമായില്ലയോ? ആ പ്രയോഗം അലാ ലുഗത്തിൻ നഖ് ഗോത്രക്കാരുടെ, നഖ് കബീലക്കാരുടെ പ്രയോഗമാണത്. യയസ് എന്ന് പറഞ്ഞാൽ യതയഖൻ, ബോധ്യപ്പെടുക. സാധാരണ യയസ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക എന്നാണ്. എന്നാൽ നഖ് കബീലക്കാരുടെ ആശയമനുസരിച്ചാണ്, സംസാരമനുസരിച്ചാണ് ഈ വചനം ഇറങ്ങുന്നത്. അഫലം യയസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ലഹദന്നാസ ജമീഅ, മനുഷ്യർക്ക് മുഴുവനും ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുമായിരുന്നു. മനുഷ്യരെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ അല്ലാഹു അത് ചെയ്തിട്ടില്ല. മനുഷ്യർക്ക് സത്യവും ധർമ്മവും മനസ്സിലാക്കാൻ അധർമ്മത്തിനിടയിലൂടെ ധർമ്മത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണുണ്ടായത്. വലാ യസാലുല്ലദീന കഫറൂ തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തുൻ ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം. അവിശ്വാസികളായ ആളുകൾ അവർ ചെയ്ത ദുഷ്പ്രവർത്തനം കാരണത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കടുത്ത ശിക്ഷ അവർക്ക് വരുന്നത് അവർ കാത്തിരിക്കേണ്ടതാണ്. ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ കരാറ് കൃത്യമായും പാലിക്കുന്നവനാണ്. സത്യവിശ്വാസികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു, വിശുദ്ധ ഖുർആൻ അയച്ചു കൊടുത്തു. ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കുക, എന്നിട്ട് ചരിത്രത്തിലേക്ക് വരാം. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവൻ മുസ്ലിമാക്കാൻ അല്ലാഹുവിന് കഴിയും. മഹാത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി, അല്ലാഹു തന്നെ ഇറങ്ങി വന്നാൽ മതി. നുസൂലൻ യലീഖു ബിഹി, അതല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നത് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ കണ്ടതിനപ്പുറം മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രൗഢമായ മുഅ്ജിസത്തുകളോ അമാനുഷികമായ സിദ്ധികളോ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവർ വിശ്വസിച്ചേക്കും. അതെല്ലാം അല്ലാഹു തആല മനുഷ്യനെ നിർബന്ധിക്കുന്ന പോലെയാണ്. അത് വേണ്ട. ധർമ്മവും അധർമ്മവും മനസ്സിലാക്കി വരുന്നവർ മതി.
തിന്മയുടെയും നന്മയുടെയും വഴികൾ അവരുടെ മുമ്പിലുണ്ടായിരിക്കെ ആരാണ് നന്മയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വഴികളിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവരാരോ അവരാണ് സ്വർഗവാസികൾ. ഇതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഈ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നാസുബീനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ജിന്നുകൾ അവിടെ തങ്ങി നിൽക്കുന്നു. എന്താണ് ഈ കേൾക്കുന്നത്? എത്ര മനോഹരമായ വചനമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا. നാസുബീൻ ജിന്നുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് വിശുദ്ധമായ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ഇറാഖിലെ നാസുബീൻ ലോകത്ത് മനുഷ്യരുടെ ആസ്ഥാനങ്ങൾ, രാജ്യങ്ങളുടെ ആസ്ഥാനങ്ങളുള്ള പോലെ ജിന്നുകളുടെ ആസ്ഥാന സ്ഥലമാണത്രേ ഒരു കാലത്ത് നാസുബീൻ. അവരാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ വരുന്നത്. മുത്തുനബി തങ്ങൾ ഈ ഖുർആൻ ഓതുമ്പോൾ ഹബീബായ നബി തങ്ങൾ അറിയാതെ മുത്തുനബി തങ്ങൾക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടുകയാണുണ്ടായത്. അവരവിടെ നിന്നു. അവർ പറഞ്ഞു, ഈ വചനങ്ങൾ മഹാത്ഭുതങ്ങളല്ലോ, ഈ വചനങ്ങൾ നമുക്ക് വളരെ അത്യന്തം കൗതുകം തോന്നിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ, ഇത് മനുഷ്യരുടേതാവാൻ വഴിയില്ല. ഈ വചനങ്ങൾ ലോകത്ത് അവതരിച്ചതാവണം, നമുക്ക് ആകാശ ലോകത്തെ രഹസ്യങ്ങൾ ചോർത്താൻ കഴിയാതെ പോകുന്നത്. അവരല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിസ്കാരം നടക്കുമ്പോൾ ജിന്നുകൾ ഓരോരുത്തരും അൻസിതു, മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. ജിന്നുകളുടെ നേതാവുണ്ടായിരുന്നു, ഖിൻസിബ് എന്ന് പറയുന്നൊരു നേതാവ്. അയാൾ പറഞ്ഞു, ഉസ്കുതു അൻസിതു, മിണ്ടാതിരിക്കിൻ, നിശബ്ദമായിരിക്കിൻ. എത്ര മനോഹരമാണ് ആ വചനങ്ങൾ. ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. മിണ്ടാതിരിക്കിൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞുവെന്ന് മാത്രമല്ല, ഓരോരുത്തരും തോളിനുമേൽ തോളിൽ കയറി ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിലെ ഈ പാരായണം കേൾക്കാൻ അവരോരോരുത്തരും തിക്കും തിരക്കും കൂടുകയായിരുന്നുവെന്ന് സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല വിവരിച്ചു കൊടുക്കുന്നു. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് വരാനും വിശുദ്ധ ഖുർആനിൻ്റെ അരികത്തേക്ക് ഇരിക്കാനും വേണ്ടി ജിന്നുകൾ തോളിൽ കയറി നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് കൗതുകത്തോടെ ഖുർആൻ ശ്രദ്ധിച്ചത് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന പോലെ, നബിയേ, ത്വായിഫുകാരായ മനുഷ്യർ അങ്ങയെ കേട്ടില്ലെങ്കിലെന്താ? ത്വായിഫുകാർ അങ്ങയെ കല്ലെറിഞ്ഞെങ്കിലെന്താ? മനുഷ്യലോകം അങ്ങയെ കേൾക്കാൻ ഒരുക്കമല്ലെങ്കിൽ ഇതാ ഭൂതവർഗം ജിന്നുകൾ അങ്ങയെ കേൾക്കാൻ ഒരുക്കമായി നിൽക്കുന്നു നബിയെ. ആ ജിന്നുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമായി എന്ന് മാത്രമല്ല, അങ്ങേറ്റത്തെ അതബോടുകൂടെ ഖുർആൻ അവർ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഖുർആൻ മഹാത്ഭുതമാണെന്ന് പറയുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا. അള്ളാഹുവിൻ്റെ വചനങ്ങളെ കേട്ട് അത്ഭുതം കൂടുന്ന ജിന്നുകളെ, അത്ഭുതം കൂറിയ ജിന്നുകളെ മനുഷ്യരെന്തേ അത്ഭുതപ്പെടുന്നില്ലേ? മനുഷ്യരും പഠിക്കേണ്ടതല്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടക്കുമ്പോൾ നിശബ്ദമായിരിക്കണമെന്ന് ഖുർആനിനോട് കാണിക്കേണ്ട അദബാണത്. ജിന്നുകൾ പോലും അത് പാലിച്ചിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിസ്കാരത്തിലെ പാരായണം കേട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് നാസുബീനിലേക്ക് തിരിച്ചുപോയി ദഅവത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ജിന്നുകളെയാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ, വാദി നഖ്ലയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് ജിന്നുകൾ ഇരിക്കുന്നതും ഓർക്കുന്നതും ഖുർആൻ കേൾക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂൽ അറിയുന്നത് നബി തങ്ങൾക്ക് വഹി വന്നതിൻ്റെ ശേഷമാണ്. എന്നാൽ ഹിറായിലേക്കുള്ള വഴിയിൽ നബി തങ്ങൾ സംസാരിച്ചത്, ജിന്നുകളോട് സംസാരിച്ചത്, അവർക്ക് നബി തങ്ങൾ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തത് നബി തങ്ങൾ അവരെ അറിഞ്ഞുകൊണ്ടാണ്, കണ്ടുകൊണ്ടാണ്. ഇത് അങ്ങനെയല്ല നടന്നത്. നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്നുകളിലെ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധമായ ഖുർആനിനെ ശ്രദ്ധിച്ചു കേൾക്കുകയും ഫഖാലൂ, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടു, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ ശ്രവിച്ചു. മഹാന്മാർ പറയുന്നു, ജിന്നുകൾക്ക് പോലും അത് ബോധ്യമായി. മനുഷ്യരിൽ അല്പന്മാരായ പഠിക്കാത്ത, പഠനം നടത്താത്ത ആളുകള് നിരീശ്വരവാദവും തലയിൽ കയറിയിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിനയത്തോടെ താഴ്മയോടെ ഒന്നിരുന്ന് പഠിക്കാൻ പോലും സമയം കണ്ടെത്താതെ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ കുറ്റം കാണാൻ നടക്കുന്നവർക്ക് ഈ വിശുദ്ധമായ വചനങ്ങളെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനോ ശരിയല്ലെന്ന് വാദിക്കുവാനോ മനുഷ്യരോ ജിന്നുകളോ സർവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഇതിന് പാരലലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരോ ജിന്നുകളോ ശ്രമിച്ചാൽ പോലും അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഉച്ചൈസ്തരം പറയുന്ന അള്ളാഹുവിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ആ ജിന്നുകൾ പറയുന്നു, ഫആമന്നാ ബിഹി യഹ്ദീ ഇല റുഷ്ദ്, മനുഷ്യന് നന്മ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിച്ചു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സ്രഷ്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണ്. സർവേശ്വരനായ അല്ലാഹുവിന് തുല്യരായി ഒരു മനുഷ്യനോ ഒരു ജിന്നോ ഒരു ഭൂതമോ ഒരു മലക്കോ ഒരു സൃഷ്ടിയോ ലോകത്തില്ല തന്നെ. വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം വലുത് തന്നെ. ഇവിടെ ജദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അംറു റബ്ബിന എന്നാണ്. ജദ് എന്ന് സാധാരണ പറയുമ്പോൾ വല്ലിപ്പക്കാണ് പറയാ. തആല ജദ്ദു റബ്ബിന എന്നതിന് തആല അംറു റബ്ബിന, എൻ്റെ രക്ഷിതാവായ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കാര്യം മഹോന്നതമാണ്. അള്ളാഹു സർവോന്നതനാണ്. മത്തഖദ സാഹിബതൻ വലാ വലദാ, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് ഭാര്യയില്ല. വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ, ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ, അതായത് ഇബ്ലീസിനെ കുറിച്ച് പറയുന്നു, ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വഅന്നാ ളനന്നാ, ഞങ്ങൾ വിചാരിക്കുകയാണ്, കരുതുന്നു, അല്ലൻ തഖൂലൽ ജിന്നു ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബാ, മനുഷ്യരോ ഭൂതവർഗമോ അള്ളാഹുവിനെ സംബന്ധിച്ച് നുണ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നബിയെ ഒരു കൂട്ടം ജിന്നുകൾ അങ്ങയെ ശ്രവിക്കാൻ വന്നിട്ടുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ത്വായിഫിലെ അനുഭവം കണ്ട് നിരാശപ്പെടല്ലേ നബിയെ. ജിന്ന് വർഗങ്ങൾ മനുഷ്യവർഗം അങ്ങയെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ, ജിന്ന് വർഗങ്ങൾ അങ്ങയെ സ്വീകരിക്കാൻ വന്നു നബിയെ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലൂടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ അനുഭവം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങൾ ഹിറായിലേക്ക് പോകുന്ന വഴിയിലാണ്. ഹിറായിലേക്ക് പോകുന്ന വഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ജിന്നുകളെ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 31 തവണയോളമല്ലേ അള്ളാഹു തആല സൂറത്തുർ റഹ്മാനിൽ ആ ഒരു ആയത്ത് അള്ളാഹു ആവർത്തിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ജിന്നുകളെ മനുഷ്യരെ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ
സുബ്ഹാനക റബ്ബനാ ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ് എന്ന് ജിന്നുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ വചനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു ഭരണാധികാരികളുടെ ഭരണാധികാരിയല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ബലാ അല്ലാഹുവേ വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അല്ലാഹുവേ നീയാണ് അധികാരികളുടെ അധികാരി, ഞാനതിന് സാക്ഷിയാണ് റബ്ബേ എന്ന് പറയൽ സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അദാബ് പറയുമ്പോൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ സൂറത്തുർ റഹ്മാനിലെ ഈ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ നിങ്ങളെന്താ നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകൾ അല്ലാഹുവിൻ്റെ വചനങ്ങളോട് പ്രതികരിച്ച പോലെ നിങ്ങളെന്താ പ്രതികരിക്കാതെ മിണ്ടാണ്ടിരിക്കുകയാണോ? അവർ ചോദിച്ചു, നബിയെ എന്താണ് അവർ പറഞ്ഞത്? അപ്പം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞാൻ അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തപ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോൾ ജിന്നുകൾ കൂട്ടമായി പറയുന്നുണ്ടായിരുന്നു, സുബ്ഹാനക ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, അല്ലാഹുവേ നിന്റെ ഒരു ദൃഷ്ടാന്തവും ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് ജിന്നുകൾ മറുപടി പറയുന്നുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ചാണ് അവർ നബി തങ്ങളോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. നുരീദുസ്സാദ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ രക്ഷയും ശിക്ഷയും അർഹിക്കുന്ന രണ്ട് സൃഷ്ടികളാണുള്ളത്, മനുഷ്യരും ജിന്നുകളും. അല്ലാഹു നമ്മെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ ആദം നബിയെ, നമ്മുടെ പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ പിശാചുക്കളെ മിൻ സമൂമിൻ മിന്നാർ, തീയിൻ്റെ ജ്വാലയിൽ നിന്നാണ് പിശാചുക്കളെ അല്ലാഹു പടച്ചത്. ജിന്നുകളെ അല്ലാഹു തീയിനാലാണ് പടച്ചത്. മലക്കുകളെ അല്ലാഹു പ്രകാശം കൊണ്ടാണ് പടച്ചത്. ഇതൊക്കെ നമ്മൾ കൊച്ചു പാഠപുസ്തകങ്ങൾ പഠിക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ജിന്നുകൾ ഇല്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ കുഫ്റുൻ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാകുന്ന കുറ്റകരമാണ്. കാരണം അത് അല്ലാഹുവിൻ്റെ കലാമിൻ്റെ ബഅദിനെ നിഷേധിക്കലാണ്, അല്ലാഹുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതിരിക്കലാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ജിന്നുകൾ യാഥാർത്ഥ്യം തന്നെ. ജിന്നുകൾ മനുഷ്യർക്ക് മുമ്പേ പ്രപഞ്ചത്തിലുണ്ട്. അവരുണ്ടായതിൻ്റെ പേരിലാണ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ലിമ തജഅലു ഫീഹാ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ആദം നബിയെ, മനുഷ്യരെ അല്ലാഹു പ്രപഞ്ചത്തിലേക്ക് അല്ലാഹുവിൻ്റെ പ്രതിനിധിയായി പടക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ കൊടുത്ത മറുപടി, അല്ലാഹുവേ രക്തം ചിന്തുന്ന, തമ്മിലടിക്കുന്ന, പോരാളികളായി മാറുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് നീ പടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് മലക്കുകൾ. എവിടുന്നാണ് അവർക്കത് ചോദിക്കാൻ കിട്ടിയത്? എവിടുന്നാണ് അവർക്ക് അറിവ് ലഭിച്ചത്? കാരണം മനുഷ്യർക്ക് മുമ്പ് അല്ലാഹു സൃഷ്ടിച്ച ജിന്നുകൾ തമ്മിലടിച്ച് ചേരികൾ തിരിഞ്ഞ് ചോര ചിന്തിയവരായിരുന്നു, യുദ്ധം ചെയ്തവരായിരുന്നു. അതുപോലെ മനുഷ്യരുമാകുമോ എന്ന ആശങ്കയാണ് മലക്കുകൾ പങ്കുവെച്ചത്. അതുകൊണ്ട് മനുഷ്യർക്ക് മുമ്പേ ജിന്നുകളുണ്ട് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂചനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സത്യവിശ്വാസികളും അല്ലാത്തവരുമുള്ള പോലെ, ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള പോലെ, നല്ലവരും ചീത്തവരുമുള്ള പോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരുമുണ്ട്. അവരിലും ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മനുഷ്യരെക്കാളും ആയുസ് അവർക്ക് കൂടുതലാണ്. മനുഷ്യരെക്കാളും ഭൗതിക വിഷയങ്ങളിൽ കഴിവ് കൂടുതലാണ്. ഉണ്ടാക്കാൻ, ഓടിച്ചെല്ലാനും, നടക്കാനും, യാത്ര ചെയ്യാനും മനുഷ്യരെക്കാളും അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യരെയും ജിന്നുകളെയും ചേർത്ത് പറയുന്ന സ്ഥലത്ത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ജിന്നുകളെയാണ് ആദ്യം പറയാം. അല്ലാതെ ജ്ഞാനമോ അറിവോ ഈമാനോ ഇൽമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ആദ്യം മനുഷ്യരെയാണ് പറയാം. ഭൗതികമായ എന്തെങ്കിലും ഒരു കഴിവ് മനുഷ്യരേതിനേക്കാളും ജിന്നുകൾക്കുള്ളതിൻ്റെ പേരിൽ അല്ലാഹു തആല അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ജിന്നുകളെയാണ് ആദ്യം പറയുന്നത്. ഉദാഹരണം സൂറത്തുർ റഹ്മാൻ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. ജിന്നുകളെ, മനുഷ്യരെ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്,
ജിന്നുകളെ മനുഷ്യരെ ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള് ഭൂമിയുടെ സർക്കംഫറൻസ് ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തുരക്കാൻ കഴിയുമെങ്കിൽ ആകാശലോകങ്ങളെ തുരന്നു കയറാൻ കഴിയുമെങ്കിൽ ഫംഫുദൂ നിങ്ങളൊന്ന് തുരന്നാട്ടെ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ അല്ലാഹു നൽകുന്ന മഹത്തരമായ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കഴിവ് ഉപയോഗിക്കുന്ന വിഷയമാണ്. അവിടെ അല്ലാഹു യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളെ മനുഷ്യരെ എന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പോലോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? യുക്തി ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യരെയാണ് ആദ്യം പറയാ. യുക്തിയിൽ ജിന്നുകളെക്കാളും മുമ്പിൽ മനുഷ്യരാണ്. ശാരീരിക ബലങ്ങളിൽ മനുഷ്യരെക്കാളും മുമ്പിൽ ജിന്നുകളുമാണ്. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ പറയുക നബിയേ, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا لئن اجتمعت الإنس والجن മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാൽ തന്നെയും ആദ്യം പറഞ്ഞത് മനുഷ്യരെയാണ്, പിന്നെ ജിന്ന്. വിഷയം എന്താ? അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ഈ ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്ന് ശ്രമിച്ചു നോക്കുക. ലാ യഅ്തൂന ബിമിസ്ലിഹി ഖുർആനിനോളം തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ നിങ്ങൾ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും നിങ്ങൾക്കത് സാധ്യമല്ല. മനുഷ്യന്റെ യുക്തിയും ജ്ഞാനവും ആവശ്യമുള്ള വിഷയം വരുന്നിടത്ത് മനുഷ്യരെയാണ് ആദ്യം പറയാ, പിന്നെയാണ് ജിന്നുകള്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ വഅന്നഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വഹുശിറ ലിസുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ പക്ഷികളും ജിന്നുകളും മനുഷ്യരും സൈന്യമായി അല്ലാഹു നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഭൗതികമായ വിഷയങ്ങളിൽ സഹായിച്ചിരുന്നവരെ ജിന്നുകളാണ്. അതുകൊണ്ടാണ് വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ് ആദ്യം ജിന്നുകളെ പറഞ്ഞു, പിന്നെ മനുഷ്യരെ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ മനുഷ്യരെക്കാളും കായിക ബലം കൂടുതൽ ജിന്നുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ജിന്നുകൾ പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നത് വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് മനുഷ്യരിലെ ചില ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ജിന്നുകളിലെ ചില ആളുകളെ സഹായികളായി അഭയം പ്രാപിക്കാനായി അവർ കൂടെ ചേർക്കാറുണ്ട്. ഫസാദൂഹും റഹഖാ മനുഷ്യരെ സഹായിക്കുന്നവരാണെന്ന നിലയിൽ ആ സമയത്ത് പിശാചുക്കൾക്ക് അഹങ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മനുഷ്യരെക്കാളും കഴിവ് കൂടുതലുണ്ടവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പടച്ചതും അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിവൈഭവമാണ്. എന്തെല്ലാം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ്റേകൾ, ഗാമാ റൈസുകൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ അതിസങ്കീർണമായ സൃഷ്ടിപ്പുകൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല നബി, ജിന്നുകളുടെ നബിയാണ്. മനുഷ്യരിൽ മാത്രം ശ്രേഷ്ഠമായവരല്ല, മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും പ്രപഞ്ചത്തിൽ വെച്ച് മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലഖദ് കറംനാ ബനി ആദം ജിന്നുകളെക്കാളും മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ. അതുകൊണ്ടാണ് നല്ല മനുഷ്യരുടെ കൂടെ നല്ല ജിന്നുകൾ കൂടുന്ന പോലെ നല്ല ജിന്നുകളുടെ കൂടെ നല്ല മനുഷ്യരും കൂടാറുണ്ടത്രേ. അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ളവർ, ഇബ്നുൽ ഖയ്യിം തങ്ങളെ പോലെയുള്ളവർ കിതാബുർ റൂഹിലും മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മസ്സഹുൽ ഇൻസു ചില ജിന്നുകളെ മനുഷ്യർ കൂടിയിട്ടുണ്ട് എന്ന്, ജിന്നുകളെ തളർന്നു വീഴുന്നത് കാണുമ്പോൾ കൂടെയുള്ള ജിന്നുകൾ പറയും അത്രേ മസ്സഹുൽ ഇൻസു അവനിൽ ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ടത്രേ. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ച് കളിക്കാൻ പാടുള്ളതല്ല. ജിന്നുകളുടെ സഹായം തേടുമ്പോൾ ജിന്നുകളുമായുള്ള അഭിസംബോധനകളോ അവരുമായുള്ള സഹവാസങ്ങളോ ഉണ്ടാകുന്നിടത്ത് നമ്മൾ അറിയണം, അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ നുണ പറയുന്നവരുണ്ട്, മനുഷ്യരെ വഞ്ചിക്കുന്നവരുണ്ട്. ആ വഞ്ചനകളിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ പൂജിക്കുന്നവരുണ്ട്. അവരാണ് സിഹ്ർ ചെയ്യുന്നവരെ.
സിഹർ, മാരണം, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പിശാചിന് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ജിന്നുകളിലെ റബല്യസ് ആയ വിഭാഗത്തെയാണ് ശൈത്വാന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിന് വഴങ്ങില്ല എന്ന് ശപഥം ചെയ്തവരെ, അവരുടെ പിതാവാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ നഗ്നത കാണിക്കുന്നവനാണ് പിശാച്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ ഉപ്പയെ, ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉമ്മയെ കൊണ്ട് ആ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചവർ കഴിച്ചതിൽ പിന്നെ ഉണ്ടായ വിഷയം എന്താണ്? ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്. മനുഷ്യന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്. ഫതുഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് ആദം നബിയും ഹവ്വാ ബീവിയും നാണം മറച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിശാച് മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നതയിലേക്ക് നോക്കണം എന്നതാണ്. മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ ഔറത്ത് നോക്കിപ്പിക്കലാണ് പിശാചിൻ്റേത്. വ്യഭിചാരം കാണാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. മനുഷ്യനോട് കാണാൻ പാടില്ലാത്തത് കാണാൻ പ്രേരിപ്പിക്കുന്നത് പൈശാചികമായ ദുർബോധനങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തെ മനുഷ്യരെ കൊണ്ട് ആദ്യമായി അവൻ ചെയ്യിച്ച ദുൽമും മനുഷ്യരുടെ രഹസ്യഭാഗങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ സൂക്ഷിക്കണേ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെല്ലാം നമ്മുടെ ചിന്തകളിൽ പ്രേരണ വരുന്നുണ്ടോ അത് പൈശാചിക പ്രേരണകളാണെന്ന് തിരിച്ചറിയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി എത്രയിടങ്ങളിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അപാരമായ കഴിവുകൾ അള്ളാഹു നൽകിയവരാണവരെ. ജീവിതകാലത്ത് ഒരിക്കലും ഒരു ജിന്നിന്റെ ഒറിജിനൽ രൂപത്തിൽ ഒരാൾക്കും കാണുക സാധ്യമല്ല. അവരെ അള്ളാഹു പടച്ച എങ്ങനെയാണോ ഒറിജിനൽ രൂപം അങ്ങനെ കാണാൻ കഴിയില്ല. രൂപങ്ങൾ കണ്ടേക്കാം, മനുഷ്യ കോലത്തിൽ വന്നേക്കാം. അള്ളാഹു അവർക്ക് രൂപം മാറാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നായകളുടെയും പന്നികളുടെയും രൂപത്തിൽ പോലും രൂപം മാറി വരാൻ അവർക്ക് സാധിക്കുമത്രേ. പാമ്പിന്റെ രൂപത്തിൽ വരാറുണ്ടവര്. അവരിൽ ചില ആളുകൾ ബഹുഭൂരിഭാഗം പറവകളായി പറക്കുന്നവരാണത്രേ. അവരിൽ വലിയൊരു വിഭാഗം കറുത്ത നായകളായും ഇഴജന്തുക്കളായും പാമ്പുകളായും നിലനിൽക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അന്ധവിശ്വാസം പറയല്ല, സ്വഹീഹായ ഹദീസുകളുണ്ട്. മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബൂ സഈദ് എന്നവരെ സ്വഹാബിയാണ്. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇമാം മാലിക് എന്നവരെ മുവത്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. വളരെ ഭീതിതമായ എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തെ ഉള്ള ഒരു സംഭവം. മഹാനായ താബിഈ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അവരുടെ ശിഷ്യനും താബിഈയുമായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി കാണാൻ വരുമ്പോൾ മഹാനായ സ്വഹാബി അബൂ സഈദ് എന്നവർ നിസ്കരിക്കുകയായിരുന്നു. ഫഇദാ ഹുവ യുസല്ലി, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗുരുനാഥൻ്റെ നിസ്കാരം കഴിയുന്നവരെ വീടിൻ്റെ പടിക്കൽ അങ്ങനെ കാത്തുനിന്നു. മഹാനവറുകൾ വീട്ടിലാണ്. ആ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലെന്നറിയാം. നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വീട്ടിൽ അതിശക്തമായ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ, എന്തോ ഒരു സാധനം താഴേക്ക് വീണ പോലെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണത്. നോക്കുമ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ അദീമ, അതൊരു വലിയ സർപ്പമായിരുന്നു, പാമ്പായിരുന്നു അത്. ആ പാമ്പ് ഫഹമ്മ അൻ യഖ്തുലഹ, ഗുരുനാഥനായ സ്വഹാബി മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി എന്നവരെ നിസ്കരിക്കുകയാണ്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ വലിയൊരു സർപ്പം, വലിയൊരു പാമ്പ് ആ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി വടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു, കൊല്ലല്ലേ എന്ന്. ആ പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അബൂ സഈദ് എന്നവരുടെ കൈപിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് വേറൊരു വീട് കാണിച്ചു കൊടുത്തു. അറഅയ്ത തിൽഖദ്ദാർ, ആ വീട് നീ കണ്ടോ? ഫഇന്നഹാ കാനത് ദാറൻ ലിഫതൻ മിന്നാ മഅശറൽ അൻസ്വാർ, ഞങ്ങൾ അൻസ്വാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ വീടായിരുന്നുവത്. ഞങ്ങളുടെ കൂട്ടത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയുടെ വീടായിരുന്നുവത്. ആ വീട്ടിലിപ്പോൾ ആരുമില്ല. കാന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖന്ദഖ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ആ